കേട്ടത് ഇവിടുത്തെ ചന്ന ഭട്ടൂര ഭയങ്കര സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ ക്യാ ഹൈ? ചോല ഭട്ടൂര. ആ ചോല ഭട്ടൂര തന്നെ കഴിക്കാല്ലേ നമുക്ക് സ്പെഷ്യൽ. ചോല ഭട്ടൂര. താങ്ക് യു. ये करी का नाम ചോലെ. ഓ ഭട്ടൂര വരും. ഓ ആകെ വരും, ഇപ്പൊ വരും. ഇവിടെ ഈ സാധനം മാത്രമല്ല കേട്ടോ, ഇവിടെ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ സ്വീറ്റ് വെറൈറ്റീസ് ഉണ്ട്. എനിക്കിതൊക്കെ പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് സ്വീറ്റ് ഒക്കെ ട്രൈ ചെയ്യാം. കുറച്ചൊക്കെ സ്വീറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എനിക്ക് കഴിക്കാൻ പറ്റുന്നതിൻ്റെ ലിമിറ്റ് ഉണ്ടല്ലോ, അത്രയും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അവിടെ ആ ഫ്രിഡ്ജിൽ ഒരു സാധനം ഞാൻ നോട്ട് ചെയ്തു, ഒരു ചെറിയ ബോട്ടിൽ. എനിക്ക് തോന്നുന്നു അത് ഇവരുടെ എന്തോ ഒരു സ്പെഷ്യൽ സംഭവമാണെന്ന്. കൺട്രോള് കളയല്ലേ ഈശ്വര എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ പയ്യൻ വരുമ്പോൾ ചോദിക്കാം എന്താണ് ആ സംഭവം എന്ന് ചോദിക്കാം. അവിടെ ആക്ച്വലി ഒരു ബ്രൗൺ ബോട്ടിലും ഞാൻ കാണുന്നു, ഒരു യെല്ലോ ബോട്ടിലും ഞാൻ കാണുന്നു. ഓ അങ്ങനെ നമ്മുടെ ഭട്ടൂര. താങ്ക് യു. ക്യാൻ ഐ ഗെറ്റ് എ സ്പൂൺ? സ്പൂൺ കണ്ടോ, ഇതാണ് ഇവരുടെ ചോലെ ഭട്ടൂര, ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇത് നമ്മുടെ കടലക്കറി പോലെ ഉണ്ട് കേട്ടോ. കടലക്കറി, സവാള ആൻഡ് ഭട്ടൂര, 2 ഭട്ടൂര ഉണ്ട്. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. സ്പൂണായിട്ട് വന്നിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട്. ഇത് കണ്ടിട്ട് എനിക്കിത് ബ്രേക്ക് ചെയ്യാൻ തോന്നുന്നില്ല അല്ലേ. പാവം, ഇത് സ്പെഷ്യലാണെന്നാ പറഞ്ഞത്. ഇത് കൂടാതെ ഇവരുടെ വേറൊരു സ്പെഷ്യൽ സാധനം ഇവിടെ ഉണ്ട്, ഇവരുടെ സ്പെഷ്യൽ രസഗുള. അതും കൂടെ നമുക്ക് ട്രൈ ചെയ്യണം എന്തായാലും. ആ ഒരു മസാലയുടെയും ഭട്ടൂരയുടെ ഒക്കെ ടേസ്റ്റ് ഭയങ്കര നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇറ്റ്സ് സോ ഡിലീഷ്യസ്. ആൻഡ് ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഞാൻ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭട്ടൂര കഴിച്ചില്ല. നമ്മുടെ നാട്ടിലിത് കിട്ടും, പക്ഷെ നാട്ടിലിത് കുറച്ച് ഓയിലി ആയിരിക്കും, കുറച്ചധികം ഒരു എന്താ പറയുക, ഇത്തിരി ഹാർഡായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി കടലയുണ്ട്, എന്തൊക്കെയോ കുറേ സ്പൈസസ് ഉണ്ട്. നല്ല സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ കറി. ആൻഡ് ഞാൻ ഇത് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ഒരു ഭട്ടൂര കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആണോ. അപ്പോൾ ബംഗാളി ഹൗസിലെ വിശേഷങ്ങളും ഇവിടുത്തെ വിഭവങ്ങളും ഇതൊന്നും തീരുന്നില്ല. ആദ്യം ഞാൻ ഇത് തീരട്ടെ. നമ്മളെ മറ്റേ ചെറിയ ബോട്ടിലും സ്വീറ്റ്സിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ.